ഫുട്ബോൾ ഹോൾഡ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ശരിയായ മുലയൂട്ടലിന് വേണ്ടി പിടിക്കുന്ന രീതി തിരഞ്ഞെടുക്കുന്നത്, ഫുട്ബോൾ ഹോൾഡിന് വേണ്ടിയുള്ള അമ്മയുടെ തയ്യാറെടുപ്പുകളും ഘട്ടം ഘട്ടമായുള്ള രീതികളും. നമുക്ക് തുടങ്ങാം. അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നതിന് പലതരത്തിൽ പിടിക്കുന്നു. ഒരു മുൻ ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചതുപോലെ അമ്മയ്ക്കും കുഞ്ഞിനും ഏറ്റവും മികച്ച മുലയൂട്ടൽ ഹോൾഡ്. മുലയൂട്ടലിന്റെ മുഴുവൻ സമയവും അമ്മയും കുഞ്ഞും സുഖകരമായി ഇരിക്കണം. കുഞ്ഞ് അമ്മയുടെ നെഞ്ചോട് ചേർത്ത് മതിയായി പാൽ ലഭിക്കുന്നു. ഫുട്ബോൾ ഹോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരെണ്ണം നമുക്ക് അറിയാം. ഫുട്ബോൾ ഹോൾഡ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും നല്ലതാണ്. സി-സെക്ഷൻ ഡെലിവറി കഴിഞ്ഞ അമ്മയാണെങ്കിൽ, വലിയ മുലകൾ ഉണ്ടെങ്കിൽ, ഒരു ചെറിയ പൂർണ്ണ വളർച്ച എത്താത്ത കുട്ടി ഉണ്ടെങ്കിൽ, ഇരട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ. എപ്പോഴും ഓർമ്മിക്കുക, കുഞ്ഞിന് പാൽ കൊടുക്കുന്ന മുന്നേ അമ്മ കൈകൾ കഴുകണം. പിന്നെ അമ്മ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. മുലയൂട്ടുന്ന അമ്മമാർ പ്രതിദിനം 750 മുതൽ 850 മില്ലിലിറ്റർ വരെ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ അവർ വെള്ളം കുടിക്കുന്ന അളവ് വളരെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അടുത്തതായി അമ്മയുടെ പൊസിഷൻ എങ്ങനെ വേണമെന്ന് നോക്കാം. അമ്മ തറയിലോ കിടക്കയിലോ കാൽ കുറുകെ വെച്ച് ഇരിക്കുക. അല്ലെങ്കിൽ ഒരു കസേരയിൽ കാൽപാദങ്ങൾ കുത്തി ഇരിക്കുക. കസേര വളരെ ഉയർന്നതാണെങ്കിൽ അവളുടെ പാദം നിലത്ത് എത്തുന്നില്ല എങ്കിൽ ഒരു ചെറിയ തലയിണ അല്ലെങ്കിൽ സ്റ്റൂൾ തറയിൽ വയ്ക്കാം. പുറംവേദന ഒഴിവാക്കുവാൻ അവൾ നടുനിവർത്തിയിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അവളുടെ തോളുകൾ കുനിഞ്ഞോ വളഞ്ഞോ അല്ലാതെ നിവർന്നിരിക്കണം. സുഖകരമായ ഈ പൊസിഷൻ മുലയൂട്ടുന്ന മുഴുവൻ സമയവും പിന്തുടരുക. മുലയൂട്ടുന്ന മുലയുടെ അരികിൽ 3 മുതൽ 4 വരെ തലയിണകൾ വയ്ക്കാം. ഏറ്റവും മുകളിലെ തലയിണ മറ്റു തലയിണകൾ കൊണ്ട് കുറുകെ അമ്മയുടെ തുടയിൽ വയ്ക്കണം. മുല ഊട്ടാൻ പോകുന്ന മുല തുറക്കണം. അവളുടെ ബ്രാ അല്ലെങ്കിൽ ബ്ലൗസ് മുലകൾക്ക് സമ്മർദ്ദം കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ശരിയായി ഇരുന്ന ശേഷം കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കൊണ്ടുവരിക. അമ്മ കുഞ്ഞിന്റെ തലയുടെ പിൻഭാഗം തലയിണകളിൽ വയ്ക്കണം. അവൾ മുലയൂട്ടുന്ന മുലയുടെ അതേ വശത്ത് കൈ ഉപയോഗിച്ച് കുഞ്ഞിന്റെ തല പിടിക്കണം. കുഞ്ഞിന്റെ കാലുകൾ അമ്മയുടെ അതേ കൈത്തണ്ടകളിലൂടെ തലയിണയിൽ ആയിരിക്കണം. അമ്മയുടെ ഈ കൈയും കുഞ്ഞിന്റെ കാലുകളും തലയിണയിൽ വയ്ക്കണം. ഈ ചിത്രത്തിലെ അമ്മ കുഞ്ഞിന് അവളുടെ വലതുമുലയിൽ നിന്നും മുല കൊടുക്കുന്നു. കുഞ്ഞിന്റെ കാലുകൾ അമ്മയുടെ വലതു കൈയിലൂടെ കടന്നുപോകുന്നു. കുഞ്ഞിന്റെ തലയുടെ താഴത്തെ ഭാഗം പിടിക്കാൻ അമ്മ വലതു കൈയിലെ തള്ളവിരലും വിരലുകളും ഉപയോഗിക്കുന്നു. നടു കുനിച്ചുകൊണ്ട് അമ്മ ഒരിക്കലും അവളുടെ മുല കുഞ്ഞിന്റെ അടുത്ത് കൊണ്ടുവരരുത് എന്ന് ഓർക്കുക. ഇത് അവൾക്ക് അസ്വസ്ഥതയുണ്ടാക്കും, പുറം വേദനയും ഉണ്ടാക്കുന്നു. അമ്മ എല്ലായ്പ്പോഴും അവളുടെ നടു നിവർത്തി കുഞ്ഞിനെ പൊക്കിയെടുത്ത് മുലയുടെ അടുത്തേക്ക് കൊണ്ടുവരണം. അടുത്തതായി കുഞ്ഞിനെ പിടിക്കുവാൻ അമ്മയുടെ തള്ളവിരലിന്റെയും വിരലുകളുടെയും കൃത്യമായ സ്ഥാനം നോക്കാം. അമ്മയുടെ തള്ളവിരൽ ചെവിക്ക് പിന്നിലും മറ്റേ വിരലുകൾ കുഞ്ഞിന്റെ മറ്റേ ചെവിക്ക് പിന്നിലും ആയിരിക്കണം. അമ്മയുടെ തള്ളവിരൽ, മറ്റു വിരലുകൾ എന്നിവ ചെവിക്ക് പിന്നിൽ നിന്നും കഴുത്തിനു പിന്നിൽ കൊണ്ടുവരരുത്. അമ്മയുടെ കൈത്തണ്ട കുഞ്ഞിന്റെ തോളിൽ ആയിരിക്കണം. കുഞ്ഞിന്റെ തലയിൽ അമ്മ കൈകൊണ്ട് സമ്മർദ്ദം പ്രയോഗിക്കരുത്. ഇത് മുല കുടിക്കുന്നത് കുഞ്ഞിന് സുഖകരമായിരിക്കും. അടുത്തതായി കുഞ്ഞിന്റെ ശരീരം ശരിയായി എങ്ങനെ ആയിരിക്കണമെന്ന് പഠിക്കാം. കുഞ്ഞിന്റെ മുഖം അമ്മയുടെ മുഖത്തിനു നേരെ ആകണം. കുഞ്ഞിന്റെ ശരീരം അമ്മയുടെ ശരീരത്തിന് എതിരായി മൃദുലമായി തടവുക. അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്നത് കുഞ്ഞിന് മുല കുടിക്കുന്നതിനുള്ള ശ്രമം കുറയ്ക്കും. ഇത് കുഞ്ഞിനെ ആഴത്തിൽ അടുത്തിട്ടുണ്ടെന്ന് എളുപ്പമാക്കും. കുഞ്ഞിന്റെ ശരീരം ശരിക്കു പിടിക്കുന്നത് രണ്ടാമത്തെ പോയിന്റാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തലയും കഴുത്തും ശരീരവും ഒരേ ദിശയിലാണ്.
അതുപോലെ കുഞ്ഞിന്റെ തലയും കഴുത്തും ശരീരവും മുലയൂട്ടുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഒരേ ദിശയിലായിരിക്കണം. ഇത് ശിശുവിന് പാൽ ഇറക്കുന്നതിന് എളുപ്പമാക്കും. കുഞ്ഞിന്റെ ശരീരത്തിന്റെ സ്ഥാനം പിടിക്കേണ്ട മൂന്നാമത്തെ പോയിന്റിലാണ് നമ്മൾ. അമ്മ കുഞ്ഞിന്റെ മുഴുവൻ ശരീരത്തിനും സപ്പോർട്ട് കൊടുക്കണം. അല്ലാത്ത പക്ഷം കുഞ്ഞിന് മുലയിലേക്ക് ആഴത്തിൽ അടുക്കുവാൻ ഒരുപാട് ശ്രമം നടത്തേണ്ടി വരും. അടുത്തതായി കുഞ്ഞിന്റെ മൂക്കിന്റെയും ചർമ്മത്തിന്റെയും സ്ഥാനം നോക്കാം. കുഞ്ഞിന്റെ മൂക്ക് എല്ലായ്പ്പോഴും മുലക്കണ്ണിന് നേരെയായിരിക്കണം. അവളുടെ താടി മുന്നോട്ടായി മുലയോട് വളരെ അടുത്താവുകയും വേണം. ഇത് കുഞ്ഞ് വായ് പിടിക്കുന്ന സമയത്ത് ഏരിയോളയുടെ താഴത്തെ ഭാഗം കൂടുതൽ എടുക്കുന്നത് ഉറപ്പാക്കും. അതിനാൽ താഴത്തെ താടിയെല്ല് ഉപയോഗിച്ച് കൂടുതൽ പാൽ കുടിക്കുവാൻ ഉപയോഗിക്കും. ശ്രദ്ധിക്കുക, ഏരിയോള മുലക്കണ്ണിന് ചുറ്റുമുള്ള ഇരുണ്ട പ്രദേശമാണ്. ഇപ്പോൾ കുഞ്ഞ് ശരിയായി കിടക്കുന്നു. നമുക്ക് മുല എങ്ങനെ പിടിക്കണമെന്ന് പഠിക്കാം. അവളുടെ കൈവിരലുകൾ ഉപയോഗിച്ച് വശത്തുനിന്നും അമ്മ സി ഷേപ്പിൽ അവളുടെ മുല പിടിക്കണം. ഈ ചിത്രത്തിൽ അമ്മ ഇടതുകൈ കൊണ്ട് അവളുടെ മുല പിടിക്കുന്നു. തള്ളവിരലിന്റെയും മറ്റു വിരലുകളുടെയും കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുവാൻ വലതുമുലയിലെ മുലക്കണ്ണ് ക്ലോക്കിന്റെ മധ്യത്തിലാണെന്ന് സങ്കല്പിക്കുക. അവൾ ഇടത്തെ തള്ളവിരൽ ഈ ക്ലോക്കിൽ 12 o'clock പൊസിഷനിൽ പിടിക്കണം. ഇടത് ചുണ്ട് മധ്യവിരലും 6 o'clock പൊസിഷനിൽ സ്ഥാപിക്കണം. വിരലുകൾ എല്ലായ്പ്പോഴും കുഞ്ഞിന്റെ ചുണ്ടിന്റെ ദിശയിൽ ആയിരിക്കണം. എന്തുകൊണ്ട്? ലളിതമായ ഉദാഹരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കാം. ഒരു വടാപ്പാവ് അല്ലെങ്കിൽ ബർഗർ കഴിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ തിരശ്ചീനമായി തുറക്കുന്നു. ഒരു വലിയ കടിയെടുക്കുവാൻ വടാപ്പാവ് അല്ലെങ്കിൽ ബർഗർ തിരശ്ചീനമായി പിടിക്കുന്നു. ഇവിടെ തള്ളവിരലും കൈവിരലുകളും ചുണ്ടിന്റെ ദിശയിലാണ്. വടാപ്പാവ് അല്ലെങ്കിൽ ബർഗർ ലംബമായി മുറുകെ പിടിച്ചാൽ നമുക്ക് ഒരു വലിയ കടിയെടുക്കുവാൻ കഴിയില്ല. അതുപോലെ കുഞ്ഞിന്റെ ചുണ്ടിന്റെ ദിശ നിരീക്ഷിക്കുക. ചുണ്ടുകൾ ഇവിടെ തിരശ്ചീനമായിട്ടാണ് ഉള്ളത്. അതിനാൽ തള്ളവിരലും മറ്റേ വിരലുകളും മുലയിൽ തിരശ്ചീനമായി വയ്ക്കണം. ഇത് കുഞ്ഞിനെ വായയിൽ ഏരിയോളയുടെ വലിയ ഭാഗം എടുക്കുവാൻ സഹായിക്കും. കുഞ്ഞിന്റെ ചുണ്ടിന്റെ ദിശ കൂടാതെ അമ്മയുടെ തള്ളവിരലും കൈവിരലുകളും എല്ലായ്പ്പോഴും മുലക്കണ്ണിൽ നിന്ന് 3 വിരലുകൾ അകലത്തിൽ ആയിരിക്കണം. വീണ്ടും ഒരു വടാപ്പാവ് അല്ലെങ്കിൽ ബർഗർ കഴിക്കുന്നതിനിടയിൽ അത് വളരെ അടുത്താണെങ്കിൽ നമ്മുടെ വിരലുകൾ ഒരു വലിയ കടിയെടുക്കുന്നതിൽ നിന്നും വായയെ തടസ്സപ്പെടുത്തും. അത് വളരെ അകലെയാണെങ്കിൽ അത് നമ്മുടെ വായയിൽ ശരിയായി കിട്ടില്ല. അതുകൊണ്ട് ഒരു കടിയെടുക്കുവാൻ നമ്മൾ ശരിയായ ദൂരം പിടിക്കണം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ മുലക്കണ്ണിൽ നിന്ന് 3 വിരലുകളുടെ ദൂരമാണ് അനുയോജ്യം. അമ്മയുടെ വിരലുകൾ കുഞ്ഞിന്റെ വായിൽ നിന്ന് താഴത്തെ ഏരിയോളയുടെ കൂടുതൽ ഭാഗം എടുക്കുന്നതിൽ നിന്നും തടയില്ല എന്ന് ഈ ദൂരം ഉറപ്പാക്കും. അമ്മ മുല അമർത്തരുത്. ഇത് കുറച്ചു പാൽ മാത്രമേ തരൂ. കൂടുതൽ പാൽ കിട്ടുവാൻ താഴെയുള്ള പാൽക്കുഴികളിൽ അമ്മ അമർത്തുക. കുഞ്ഞിനെ ആഴത്തിൽ അടുപ്പിക്കുവാൻ സഹായിക്കുന്നതിന് മുല കൃത്യമായി രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഓർമ്മിക്കുക, അമ്മയുടെ തള്ളവിരൽ മുലയുടെ മുകൾ ഭാഗത്തായിരിക്കണം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ അവളുടെ 2 വിരലുകൾ മുലയുടെ താഴത്തെ ഭാഗത്ത് ആയിരിക്കണം. നമുക്ക് വടാപ്പാവ് അല്ലെങ്കിൽ ബർഗറിന്റെ ഉദാഹരണം പറയാം. വടാപ്പാവ് അല്ലെങ്കിൽ ബർഗർ ശരിയായി പിടിച്ചതിനു ശേഷം ഒരു വലിയ കടിയെടുക്കുവാൻ നമ്മൾ എപ്പോഴും അമർത്തിപ്പിടിക്കും. അതുപോലെ അമ്മ അവളുടെ മുല വശത്തുനിന്നും ഒരു സി ഷേപ്പിൽ പിടിക്കുക. ഇത് കുഞ്ഞിന് വായിൽ മുലയുടെ വലിയ ഭാഗം കിട്ടുവാൻ സഹായിക്കും. എന്നാൽ ഓർക്കുക, അമ്മ അവളുടെ മുല കത്രിക ആകൃതിയിൽ പിടിക്കുവാൻ പാടില്ല. കത്രിക ആകൃതിയിൽ പിടിക്കുന്നത് മുല പിന്നി വലിഞ്ഞ് നിപ്പിൾ ഫീഡിങ്ങിന് കാരണമാകും. കൂടാതെ മുലയിൽ തള്ളവിരലും വിരലുകളും ഉപയോഗിച്ച് തുല്യമായി അമർത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം മുലക്കണ്ണുകൾ താഴത്തെ ദിശയിലേക്ക് മാറുകയും ശരിയായ അറ്റാച്ച്മെന്റ് കിട്ടാതെ ഇരിക്കുകയും ചെയ്യും.
ചില സമയങ്ങളിൽ അമ്മ കുഞ്ഞിനെ ഒരു വ്യത്യസ്ത പൊസിഷനിൽ പിടിക്കുവാൻ താൽപര്യപ്പെടുന്നു. ഈ ചിത്രത്തിൽ കുഞ്ഞ് അമ്മയുടെ മുഖം കാണുന്നില്ല. മുലയുടെ വശത്തുനിന്ന് കുഞ്ഞിന്റെ തല മുലയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, താഴെ നിന്നും അല്ല. കുഞ്ഞിന്റെ ചുണ്ടുകൾ ഇവിടെ ലംബമാണ്, അതുകൊണ്ട് അമ്മയുടെ വിരലുകൾ യു ഷേപ്പിൽ ലംബമായി വെക്കണം. ഓർക്കുക, അമ്മയുടെ തള്ളവിരലും വിരലുകളും മുലയിൽ പിടിക്കുന്നത് കുഞ്ഞിന്റെ ചുണ്ടിന്റെ ദിശയിലായിരിക്കണം. ഇപ്പോൾ കുഞ്ഞിന് ഫുട്ബോൾ ഹോൾഡിൽ മുലയൂട്ടുവാൻ തയ്യാറാണ്. ശരിയായി വായ് പിടിക്കുന്ന രീതികളെക്കുറിച്ച് മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിക്കാം. കുഞ്ഞ് ശരിയായി വായ് പിടിച്ചുവെങ്കിലും മുല വളരെ വലുതും ഭാരമേറിയതും അല്ല എങ്കിൽ അമ്മയ്ക്ക് കൈയിൽ നിന്നും മുല വിട്ട് കൈ സ്വതന്ത്രമാക്കുവാൻ സാധിക്കും. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ശരിയായ മുലയൂട്ടൽ രീതി തിരഞ്ഞെടുക്കുന്നത്, ഫുട്ബോൾ ഹോൾഡ് എന്നതിനുള്ള നടപടിക്രമങ്ങൾ, മുലയൂട്ടുന്നതിന് മുൻപ് അമ്മയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ. ഈ ട്യൂട്ടോറിയൽ സംഭാവന ചെയ്തത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് IIT ബോംബെ ആണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് NMEICT, MHRD എന്നിവർ ഫണ്ട് കൊടുക്കുന്നു. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിലുണ്ട്. വീൽസ് ഗ്ലോബൽ ഫൗണ്ടേഷൻ ഈ ട്യൂട്ടോറിയലിന് ഭാഗികമായി ഫണ്ട് നൽകുന്നു. ഈ ട്യൂട്ടോറിയൽ മാ ഓർ ശിശു പോഷൻ പദ്ധതിയുടെ ഭാഗമാണ്. ഈ ട്യൂട്ടോറിയൽ ഡൊമൈൻ റിവ്യൂ ചെയ്യുന്നത് ഡോക്ടർ രുബൽ ദലാൽ, MD, ശിശു സംരക്ഷണ വിഭാഗം. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.